ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 പാടാൻ വരുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഒന്ന് പോയേ. അതെ, ആരായിരിക്കും ആൻസറാ. ഒന്ന് പോയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്രേക്ഷകരെല്ലാം പറഞ്ഞു, ഓ ആൻസർ കുട്ടി എന്ന് പറഞ്ഞു. അതെ 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 അതെ, അപ്പൊ വിളിക്കട്ടെ. തീർച്ചയായിട്ടും. വെൽക്കം ആൻസർ കുട്ടി. ആഹാ, നാടൻ പെൺകുടിയോ? വിടൂലേ? അയ്യോ വിടൂല. ഇവിടെ ജഡ്ജ് ചെയ്യണം. ദേ ഇവിടെ എനിക്ക് ഇഷ്ടമാണ്. എന്താ വിളിച്ചെന്നറിയോ? ആ, എനിക്ക് ഇഷ്ടമാണ്. ആരെ? എനിക്കിഷ്ടമാണ്. MG കുട്ടനാ. എന്റെ ദൈവമേ, ദൈവമേ, ദൈവമേ. എന്താ എംജങ്കിൾ ഇവിടെ നിക്കണേ? നമ്മളെ ഒരു രസം. കാരണം നമ്മുടെ മീനൂട്ടി ഇല്ലേ, ഉം. മീനൂട്ടി ഏതാണ്ടൊക്കെ എടുത്ത് ഇവിടുന്ന് കഴിച്ച് പനിയൊക്കെ പിടിച്ച് കിടപ്പാ. അപ്പൊ മീനൂട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, അങ്കിളെ ഞാൻ ഇന്ന് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അങ്കിൾ ഒന്ന് കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ മീനൂട്ടിയല്ലേ, അപ്പൊ എല്ലായിടത്തും അന്വേഷണം പറയണം, എല്ലാ കുട്ടികളടുത്തും അന്വേഷണം പറയണം, അങ്കിൾ ഒന്ന് ജസ്റ്റ് എല്ലാ കുട്ടികളെയും ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. Okay. നല്ല കാര്യം. നല്ല കാര്യമായിട്ട്. അപ്പൊ എപ്പോഴും അവിടെ നിന്നാ മതിയോ? എന്താ മോളുടെ അഭിപ്രായം? അല്ല, തൽക്കാലം അങ്ങനല്ല. വിടൂലെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങള് തമ്മിലുള്ള വേറെ ഒരു ആണല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ? ഞങ്ങള് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. ആണല്ലേ? ആഹാ. അപ്പൊ നിങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത്. അതെ അതാ ചോദിക്കണേ. ഞങ്ങളും അതെ, നിങ്ങളുടെ മൂന്നുപേരും അതെ. അതെ ആണല്ലേ? Friends. നമ്മൾ മൂന്നുപേരും ഒരേ ബെഞ്ചിലിരുന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, പറഞ്ഞ കുഴപ്പമില്ല. അതെനിക്കറിയാം. ഇത് ഒറിജിനൽ പൂവാ കേട്ടോ, നല്ല മണം. ഒറിജിനൽ ആണല്ലേ? ആ, നല്ല മണം അടുത്ത് വന്നപ്പം. ഇതെവിടെ നിന്നാണ് വാങ്ങിയത്? ഇത് ഞാൻ പോണ വഴിക്കുന്ന വാങ്ങി. പോണ വഴിക്ക് വാങ്ങിയതാണാ? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? എന്തൊരു ഭാഷ. അത് നമ്മുടെ ഭാഷയല്ലേ ഇത്? ഇത് പറക്കുന്തളികയുടെ സൗണ്ട് പോലെ ഇരിപ്പുണ്ട്. ആണല്ലേ? മറ്റേ ഹരിശ്രേശവൻ. ആണോ? ആ, എനിക്ക് ഒത്തിരി ഇഷ്ടം. എന്റെ സൗണ്ട് കണ്ടാൽ തന്നെ ഞാൻ ചിരിച്ച് ചാകും. സൗണ്ട് എങ്ങനെയാണ് കേക്കണത്? ഞാൻ ആദ്യമായിട്ടാണ് കേക്കണത്. നല്ല ഭാഷ. പിന്നെ ആൻസർ കുട്ടിയുടെ ഭാഷ എന്ത് ഭാഷയാണ്? കൊച്ചി ഭാഷ. കൊച്ചി ഭാഷയല്ലേ? ആ, നമ്മളൊക്കെ ഒരുപോലെയാണ്. പിന്നെ അങ്ങനെ ഇത് സംസാരിക്കണത് അങ്ങനത്തെ ചൈന എന്തോ പറയുന്നത്. നമുക്ക് തൽക്കാലം ഏത് പാട്ടാന്ന് ചോദിക്കാം, അല്ലേ? ഏത് പാട്ടാണ്? നീലപ്പൊന്മാനെ. സൂപ്പർ. ആഹാ, ഉഗ്രം പാട്ട്. അതെ അതെ. അതായത് നീലപ്പൊന്മാനി, അതല്ലേ? അത് തന്നെ. അതാണ് നീല ഡ്രസ് അതെ. ഇട്ടോണ്ട് വന്നേക്കണത്. അത് തന്നെ. എന്റെ മാമന്റെ പാട്ടാണ്. അതെ അതെ അതെ. അതില്ലേ, ഇത് ഞാൻ മാതാവിനൊക്കെ ഇങ്ങനെ പുതപ്പിക്കൂല്ലേ, അതിന്റെ സാരി ഇങ്ങനെ തയ്ച്ചോണ്ട് വന്നതാ. ആണോ? ഓ ആ ഒരു സെയിന്റിന്റെ ഇങ്ങനെ മാതാവിന്റെ പുതപ്പ് വാങ്ങിച്ചിട്ട് ഉടുപ്പ് തേച്ചോ? വാവ്. ആഹാ, കൊള്ളാലോ. അപ്പൊ മാതാവിന്റെ പുതപ്പൊക്കെ എടുത്ത് ഒരു ഏഞ്ചല് പാവാടയാക്കി വന്നിരിക്കുകയാണ് ഇപ്പൊ സത്യം. അത് തന്നെ. ഏഞ്ചൽ അല്ല, നീലപ്പൊന്മാനായിട്ട്. നീലപ്പൊന്മാൻ. അപ്പൊ ഇതെന്റെ മാമനാണ് മ്യൂസിക്. ആരാ? ലിറിക്സ് സലിൽ ചൗധരി സാർ. Correct. ലിറിക്സ് വയലാരാം വർമ്മ സാർ. Yes. സിംഗേഴ്സ് യേശുദാസ് സാർ Yes. ആൻഡ് പി മാധുരിയമ്മ. Yes. ആൻഡ് സിനിമയുടെ പേര് സിനിമ? നെല്ല്. Yes. സിനിമയുടെ ഇയർ ആ. 1974. Yes. ഇതെന്താ പടപടാന്ന് ഇങ്ങനെ തങ് തങ് തറയണത്? ഇപ്പൊ അങ്ങനെ ആണോ? ഓക്കെ, ആ തുടങ്ങാം. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റെഡിയാണാ? റെഡിയാണാ? ആ റെഡിയാണ്. തുടങ്ങിയേക്കാം. തുടങ്ങ്. ഓൾ ദ ബെസ്റ്റ്.
good. രസമായിരിക്കും നമ്മുടെ അതെ, 12K വിസ്താര. ഒരു രക്ഷയില്ല. ആഹാ. ഉള്ളിലേക്ക് കേറി പോവാൻ തോന്നുന്ന ഈ വിസ്താരയും അതുപോലെ ഇതിന്റെ ഈണവും മോള് പാടുന്നതും പിന്നെ ഇതിന്റെ വരികളും കൂടെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി അതിനകത്തോട്ട് ഒരു ഒറ്റ ഓട്ടം വെച്ചു സത്യമായിട്ട് പറയാം. ആ അതിനകത്തോട്ട് കയറി ഓടിയിട്ട് പാട്ട് കൊള്ളില്ലായിരുന്നോ? പാട്ട് തന്നായിരുന്നു. പിന്നെന്താ ഓടിപ്പോണെന്ന് പറഞ്ഞു? അങ്ങനല്ല, ഇതിന്റെ ആ ബ്യൂട്ടി കണ്ടപ്പോഴത്തേക്ക് പിന്നെ തേൻവരിക്ക കാട്ടിലെ തേക്ക് പൂക്കും തേക്ക് പൂക്കും കാട്ടിലെ, അതുപോലെ തന്നെ കാക്കപ്പെരുന്നാൾ, അത് കാവിലെല്ലാം കാവടി എന്ന് അതൊക്കെ ആ വരികളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടി ആ സിനിമ മനസ്സിൽ ഓർമ്മ വന്നു. നെല്ല്, ആഹാ എന്തൊരു പിക്ചറൈസേഷൻ. അതുപോലെ ജയഭാരതി ആയിരുന്നു ഈ സീനില്, ഒരു രക്ഷയില്ല. ഇത് ഇതിലെ പല പാട്ടുകളും ഉണ്ട്. ചെമ്പ ചെമ്പ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. ചെമ്പ ചെമ്പ എല്ലാ പാട്ടുകളും ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. മോള് നന്നായിട്ട് പാടി കേട്ടോ, രസമുണ്ടായിരുന്നു. 2-3 കാര്യങ്ങളും മോള് ചില കുണുക്കുകൾ, ചില കുണുക്കുണ്ടല്ലോ, അതായത് നീലപ്പൊന്മാനെ മാനെ എന്റെ നീലപ്പൊന്മാനെ വെള്ളിവേലു നെയ്ത് പുടവ വേണു ഒന്ന് പാടിക്കാം മോള്. നീലപ്പൊന്മാനെ പൊന്മാനെ മാനെ പൊന്മാനെ പൊന്മാനെ. ആ അടുത്തത് എന്റെ നീലപ്പൊന്മാനെ ആ വെള്ളിവേലു നെയ്ത അവിടെ വെള്ളിവേലു നെയ്ത പുടവ വേണു 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 നിസ നിസദ. അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട് മോളെ. വേണു. ആ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടാ മതി. പിന്നെ നന്നായിരുന്നു, ടോട്ടലി ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സലിൽദ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ എന്താണ് യുണിക് കമ്പോസ്. ഒരു മനുഷ്യനും അതിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാല് കോപ്പി അടിച്ചു എന്നുള്ള കാര്യം വരികയും ബാക്കി ആരുടെ പാട്ട് വേണമെങ്കിൽ എങ്ങനെ വേണേ ചെയ്തു കഴിഞ്ഞാലും പറയാം, ഏകദേശം ഒരു ചായ ഉണ്ടെന്ന് പറയാം. പക്ഷെ സലിൽദായുടെ പാട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പറയാ അദ്ദേഹത്തിന്റെ പാട്ട് അതുപോലെ എടുത്ത് വെച്ചിരിക്കുക എന്ന് പറയും. അതൊരു വലിയ ജീനിയസ്. അതുപോലെ തന്നെ വയലാർ സാറും പിന്നെ ദാസേട്ടനും മാധുരി അമ്മയും ഒന്നും പറയണ്ട, ഇവരൊക്കെ ലെജൻസിന്റെ അയ്യര് കളിയായിരുന്നു. ക്ലാസിക് കോമ്പിനേഷൻ ആണ്. അങ്കിളെ, ഓ അങ്കിൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ? ഏതാ? ഒരു കിളീനെ ഇങ്ങനെ പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടു. എനിക്ക് കിളിയെ പിടിച്ചിട്ട് പിന്നെ പറത്ത് വിട്ടു. അതെ, കുറച്ചേരം കിളി കയ്യിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? കിളി എങ്ങനെയായിരുന്നു കയ്യിൽ? അല്ല, ഇതിങ്ങനെ അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കിളിയുടെ ചിറങ്ങ് അകത്ത് ഇതിങ്ങനെ ഇട്ടിട്ട് പറന്നു പോയപ്പോ കിളിയുടെ ഒറ്റ ചിറകുമില്ല, തൂവല് മുഴുവൻ പറിച്ചു കളഞ്ഞു. അപ്പൊ മക്കളെ എന്തോ കലക്കിയടാ നീലപ്പൊന്മാൻ. ആൻസർ കുട്ടി എന്തോ ഗർണായിട്ട് പാടി, നന്നായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞില്ലേ ആ കട്ടിങ്സ് ഇത് സംഗതികളുടെ ഗ്രിപ്പ്, അതാണ് വരാനുള്ളൂ. അത് കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ എത്രയിലായി? 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലേ? എന്നിട്ടാണ് ഈ പാട്ട് ഇത്ര നന്നായിട്ട് പാടിയത്. അതെ, പിന്നല്ലേ ഞാൻ വേറെ പാട്ടുകള് സിമ്പിളാണെന്നൊക്കെ പറയണത്. എല്ലാരും പറയും സിമ്പിൾ ആണെന്നല്ലേ, പാടുമ്പോഴേ അറിയത്തുള്ളൂ. എനിക്കറിയാം. അപ്പൊ ഏതായാലും പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി ആൻസർ കുട്ടി. പിന്നെ ഒന്ന് കാണാൻ എന്തൊരു ക്യൂട്ടാണ്. അങ്കിളും ക്യൂട്ടാണ്. ആണോ? താങ്ക് യു ട്ടാ. 3 ക്യൂട്ടാണ്, ഒരാൾ മാത്രമുള്ള. ഇവർക്കൊന്നും വിഷമാവില്ല, കുഴപ്പമില്ല. വിഷമമില്ല. ആൻസർ കുട്ടി എന്തോ ഈ സംസാരം കേൾക്കാൻ വേണ്ടിട്ട് സ്റ്റീഫൻ കുറെ നാളെ വെയിറ്റ് ചെയ്യണം. അവസാനം ഒന്ന് കണ്ടു. അങ്കിള് പിയാനോ വായിക്കും. അപ്പൊ ഞാൻ വലുതാകുമ്പോഴും ഇങ്ങനെ അടിപൊളിയാവും പിയാനോ വായിച്ച്. പഠിക്കണ്ടോ? എനിക്ക് വായിക്കാൻ അറിയാം. ആണല്ലേ? അപ്പൊ സ്റ്റീഫനങ്ങളെ പൊട്ടിച്ച് മേളിലേക്ക് പോണം. ഈ പാട്ട് വായിക്കാൻ പറ്റും, വേറെ പാട്ടുകൾ വായിക്കാൻ പറ്റും, എന്തെങ്കിലും വായിക്കാൻ പറ്റും. അപ്പൊ എനിക്കൊരു ആഗ്രഹം. അതാ അവിടെ രജിത്തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോയി വായിച്ചോ. രജിത്തങ്ങളുടെ അടുത്ത് ആ കീബോർഡിൽ ഒന്ന് പോയി രജിത്തങ്ങളുടെ ഒരു കാലും ഇരുന്നിട്ട് പോയി ഒന്ന് ആ ഒരു പാട്ട് വായിച്ചു.
ഓക്കെ, അപ്പൊ റെഡിയാണോ? ആൻസറാ? ഓക്കെ, എന്നാ പോരട്ടെ കിട്ട്. യെസ്. മിടുക്കിയാണ് കേട്ടാ. കലക്കി. സ്റ്റീഫനങ്ങള് എന്തായാലും ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്. അമ്മ എന്തോ പറയുന്നുണ്ട്. എന്താണ് അമ്മേ? അവള് ഒരു 3 വയസ്സുള്ളപ്പോ ബർത്ത്ഡേക്ക് ചെറിയൊരു പിയാനോ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ വെറുതെ അതില് കളിക്കുന്ന ആദ്യം വിചാരിച്ചേ. പക്ഷെ ഇവള് റൈംസ് ഒക്കെ തന്നെ അതില് വായിക്കാൻ തുടങ്ങി. ഇപ്പോഴും പഠിക്കുന്നില്ല. ഇല്ല അല്ലേ? ഓ, തന്നെ പഠിച്ച് ഞാൻ പഠിക്കുന്ന. ഇവിടെ പാടുന്ന പാട്ടൊക്കെ അതില് വായിക്കും. വലിയ പിയാനോ ഉണ്ട് ഇപ്പൊ, അതില് വായിക്കും. ആണല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പഠിക്കില്ല എന്ന് പറഞ്ഞാൽ അഭിമാനമായിട്ട് പറയരുത്, അവളെ പഠിപ്പിക്കണം. അതെ അതെ അതെ. കഴിവുണ്ട്, സ്കില്ല് വേണം. അവൾക്ക് കഴിവ് നല്ലുണ്ട്, സ്കില്ലും ഡെവലപ്പ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? ഒരു ഗിഫ്റ്റ് ഉണ്ട് നിനക്ക് ശരിയാക്കി തരാം. ഒരു കടയിൽ പോണ്ടേ? ആ, കടയിൽ പോയിക്കോ. അടുത്ത തവണ വരുമ്പോ തരും കേട്ടോ. സ്റ്റീഫനങ്ങൾക്ക് ഒരു സജഷൻ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. ആ, പറഞ്ഞു. ഈ പാടുമ്പോ ഈ കയ്യെന്തിനാ ഇവിടെ വെക്കണ്? അതങ്ങനെ വെക്കണേ. നല്ല ഭംഗിയുള്ള ഒരു മുഖം, ക്യൂട്ട് ഫേസ് അല്ലേ? മാറ്റണം കേട്ടോ. അത് മാറ്റണം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും മുഖം കാണണം. മോളുടെ ആൻസറുടെ മുഖമൊക്കെ കാണണ്ടേ പാടുമ്പോ? അപ്പൊ അതൊക്കെ കൈയൊന്നും എടുത്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് മാത്രം സ്റ്റീഫനങ്ങൾക്ക് തോന്നിയുള്ളൂ. ഇത്ര നാളെ ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ അതിങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചൊറിയണ മാതിരി പാടും. പോയേ. അപ്പൊ അതൊന്ന് മാറ്റിക്കോ ചെറുതായിട്ട് കേട്ടോ. ഇത് കണ്ട അങ്കിൾമാരൊക്കെ പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ചൊറിയില്ലല്ലോ മുഖം. അവരൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ. ഓക്കെ, എനിക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതില്ലേ, എനിക്ക് ജംഗിളിനെ ഉമ്മ വെക്കാൻ തോന്നുന്നു. മാർക്ക് തരുന്നിട്ട് അങ്ങോട്ട് വരാം. വരണോ? അത് മതി. So we are giving you 98 out of 100. Thank you. So ആടി ഒരു നീലപ്പൊന്മാൻ പോക്കറ്റേ. നീലപ്പൊന്മാനേ, എന്റെ നീലപ്പൊന്മാനേ, വെള്ളിവേലു നെയ്ത കുടവ വീണു. So, അടിപൊളി അല്ലേ? മോള് നന്നായിട്ട് പാടി, നന്നായിട്ട് പിയാനോ വായിച്ചു. അതുകൊണ്ട് ഐ ലവ് യു. താങ്ക് യു. I love you too. എനിക്കാണെന്ന് വെച്ചാ സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ.